Good morning. Morning. Okay. സുഖാണോ? എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ട്? മഴ പോയി വെയിലായോ ഇപ്പോ? വെയിലാണ്. മഴയുണ്ട്. ഓക്കെ. ചിലയിടത്തൊക്കെ മഴയുണ്ട്, ചിലയിടത്തൊക്കെ വെയിലാണല്ലേ? മഴ പോയി. ഓക്കെ. മഴ പോയപ്പോ നല്ല ചൂടാണല്ലോ ഇപ്പൊ. അതെ. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചില്ലല്ലോ എല്ലാവരും? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ. എനർജിയോട് കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസ് ഇരിക്കുന്നത് അല്ലേ? ആണോ? ഓക്കെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് നിർത്തിയത് എന്താണ്, ഏതായിരുന്നു? സ്റ്റേജസ് ആയിരുന്നു അല്ലെ? പ്രോസസ്സ് അല്ലെ, നെഗോഷിയേഷന്റെ പ്രോസസ്സ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഇനി നമ്മൾ എടുത്ത് തുടങ്ങേണ്ടത് പർച്ചേസിംഗ് പ്രൊസീജിയർ വരെ, പ്രൊസീജിയർ തുടങ്ങിയിട്ട് അല്ലെ? ഓക്കെ. പേജ് നമ്പർ 91 ആണോ? ഓക്കെ. അപ്പൊ നമ്മള് തേർഡ് മൊഡ്യൂളിലെ 10th ചാപ്റ്റർ ആണ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് പർച്ചേസിംഗ് പ്രൊസീജിയർ. ഓക്കെ, നമ്മള് ഒരു ഓർഗനൈസേഷനിലേക്ക്, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മള് ഇപ്പൊ മെറ്റീരിയൽസ്, ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, പർച്ചേസ് റിക്വസിഷൻ. എന്താണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല്? എന്താ റിക്വസിഷൻ? എന്താ റിക്വസിഷൻ? എന്തായിരിക്കാം? അഭ്യർത്ഥന നടത്തുക. ഓക്കെ, അഭ്യർത്ഥന, അതാണ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല് മീനിങ്. ഓക്കെ, അവിടെ നോക്കിയേ, received from user department. Okay, user department to the purchasing department. അവിടെ യൂസർ എന്നാക്കും കേട്ടോ. യൂസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്നാക്കാം. ഒരാള് ചേർത്ത് കൊടുക്കാം. പർച്ചേസ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. It consists of a quantity of a material, specification of a material, date in which the items should be received. അതായത് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാല് അഭ്യർത്ഥന നടത്താം. പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഭ്യർത്ഥന നടത്താം. എങ്ങനെയാ അഭ്യർത്ഥന നടത്തുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ? ആ ഡിപ്പാർട്ട്മെന്റ്സിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകൾ അവര് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് പോയി വാങ്ങിക്കാതെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ്, എങ്ങനെയാ ആവശ്യങ്ങൾ പറയാ? ഞങ്ങൾക്ക് ഇന്ന ക്വാണ്ടിറ്റിയില്, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഈ പാർട്ടിക്കുലർ മെറ്റീരിയൽ വേണം, സ്പെസിഫൈ ചെയ്ത് പറയുന്നു. ഓക്കെ, ഈ മെറ്റീരിയൽ ആണ് വേണ്ടത്, ഇന്ന ഡേറ്റിൽ വേണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നു. അതാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സിനെയാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, കേട്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകും. ഓക്കെ, യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സിനെയാണ് നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന മെറ്റീരിയൽ
സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഇത്ര ക്വാണ്ടിറ്റിയില് ഇത്ര ഡേറ്റിനുള്ളില് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് നടത്തുന്ന അഭ്യർത്ഥനയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് എൻക്വയറി ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ ഇൻക്ലൂഡ് ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. ഇനി അപ്പൊ ഇവരോട് അഭ്യർത്ഥന നടത്തി, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥന നടത്തി. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എൻക്വയറി നടത്തും അല്ലെ, ഞങ്ങൾക്ക് ഇന്ന സ്പെസിഫിക്കേഷനില്, ഇന്ന ഡേറ്റില്, ഇന്ന ക്വാണ്ടിറ്റിയില്, ഇന്ന ക്വാളിറ്റിയില് മെറ്റീരിയൽസ് കിട്ടുന്ന സപ്ലയർ ആരാണ് എന്നുള്ളത് നമ്മള് അന്വേഷിക്കുന്നു. അതാണ് പർച്ചേസ് എൻക്വയറി. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ ഇൻക്ലൂഡ് ലീഡ് ടൈം. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഡർ കൊടുത്തു, ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ഗ്യാപ്പ്, ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. അതനുസരിച്ച് അത് പറയും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളത് അന്വേഷണം നടത്തുന്നു. ഇനി തേർഡ് വൺ എന്താ? കൊട്ടേഷൻസ് ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ക്വാണ്ടിറ്റി. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇയും കൂടി നമുക്ക് പറയാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. അതായത് എന്താണ് കൊട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ നമ്മള് എന്താണ് പർച്ചേസിങ് നടത്തി, എഗ്രിമെന്റ് വെച്ച് നമ്മൾ പർച്ചേസിങ് നടത്തുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻഡർ ക്ഷണിക്കുന്നു എന്നുള്ളത് ഇല്ലേ. ടെൻഡേഴ്സുകൾ നമുക്ക് എന്താണ് ഈ ന്യൂസ് പേപ്പറിലൊക്കെ അവര് കാണിക്കാറുണ്ട് അല്ലെ, പറയാറുണ്ട് അല്ലെ, ടെൻഡർ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പല പല ടെൻഡേഴ്സുകൾ ഉണ്ടാവും. നമ്മൾക്ക് അതിൽ നിന്ന് യോജിച്ച സപ്ലയർ ആരാണ് എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കുന്നു. കമ്പയർ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കും അല്ലെ. അതാണ് ഈ വരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. കിട്ടിയോ? ആദ്യം റിക്വസിഷൻ നടത്തുന്നു, എൻക്വയറി നടത്തി, കമ്പയർ ചെയ്ത് കൊട്ടേഷൻസ് അല്ലെ, ആരാണോ നമുക്ക് യോജിച്ച സപ്ലയർ, നമുക്ക് ഇന്ന ക്വാളിറ്റിയില്, ഇന്ന പ്രൈസില്, ഇന്ന മെറ്റീരിയൽ തരുന്ന സപ്ലയർ ആരാണോ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് തെരഞ്ഞെടുക്കുന്നു. ഓക്കെ, 4 പോയിന്റ് വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പർച്ചേസ് ഓർഡർ. ഇനി എന്താണ്? നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട്, സപ്ലയറെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഓർഡർ കൊടുക്കും അല്ലെ, സപ്ലയർക്ക് ഓർഡർ കൊടുക്കും അല്ലെ. നോക്കാം, നെക്സ്റ്റ് ആണ് പർച്ചേസ് ഓർഡർ. ലീഗൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. ഓക്കെ, കച്ചവടക്കാരനും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റിനെയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. This the purchase order is a document created by buyer. Okay, ഈ പർച്ചേസ് ഓർഡർ ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയർ ആണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതുപോലെ തന്നെ ലീഗൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. അത് എന്തിനെയാണ് നമ്മൾ ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. പർച്ചേസ് ഓർഡർ, അതിനെയാണ് നമ്മൾ ലീഗൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി ആ പർച്ചേസ് ഓർഡർ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബയർ ആണ്. ആൻഡ് സർവ് ദ പർപ്പസ് ഓഫ് ordering goods from the supplier. Okay, every purchase order should contain the correct date, name and address of the hospital and the supplier's description of goods, purchase of the time, order number, terms and conditions, mode of payment and signature of the authorized person. എന്താണ് ഈ എഗ്രിമെന്റിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ഡേറ്റ് അല്ലെ, നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തിരിക്കുന്ന ആ ഡേറ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ്, എത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്, സപ്ലൈസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗുഡ്സ്, അതുപോലെ തന്നെ പ്രൈസ്, എല്ലാത്തിന്റെയും പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും, ഓർഡറിംഗ് നമ്പർ ഉണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻ, ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്നുള്ളത്, മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ആണോ ചെക്ക് ആയിട്ടാണോ തന്നിരിക്കുന്നത് എന്നുള്ളത്, ആൻഡ് സിഗ്നേച്ചർ ഓഫ് ഓതറൈസ്ഡ് പേഴ്സൺ. ഇത്രയും കാര്യങ്ങൾ ആ ഡോക്യുമെന്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ആണ് ഇത്
ഇൻവോയ്സ് ബില്ല്. എന്താണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാല്? എന്ത് ഇൻവോയ്സ് ബിൽ പഠിച്ചിട്ടുണ്ടല്ലോ? What do you mean by invoice? Invoice അല്ലെങ്കിൽ ബിൽ എന്തായിരിക്കാം? എവിടെയാ പഠിച്ചിരിക്കുന്നത്? സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അത്തരത്തിലുള്ള ബില്ലിനെയാണ് നമ്മള് ഇൻവോയ്സ് എന്ന് പറയുന്നത് അല്ലെ. സപ്ലയർ കൊടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. എന്താണ്? The invoice is created by supplier. Underline ചെയ്തേ. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? സപ്ലയർ ആണ്. And show how much the buyer requires to pay for goods bought from the supplier. അതിനകത്ത് എന്തായിരിക്കും എഴുതിയിരിക്കുന്നത്? എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ സപ്ലയർക്ക് നമ്മൾ എത്ര പണമാണ് നൽകാനുള്ളത് എന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകുന്നു. പിന്നെന്താ? Given by the supplier to the purchase department when the item is distributed. ഇനി ഇൻവോയ്സ് ബില്ല് സപ്ലയർ ആർക്ക് കൊടുക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ഐറ്റംസും കൂടി കൈമാറും അല്ലെ. ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഐറ്റംസ് ഓക്കെ ആണോ ചെക്ക് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? The bill are cleared by the finance or account department. ഓക്കെ, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ബില്ല് ക്ലിയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത് പർച്ചേസിംഗ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആയോ? അശോകി വച്ചു നോക്കാട്ടോ. PDF പോയോ? കാണുന്നില്ല. ഉണ്ട്. ഓക്കെ, ഓക്കെ കേട്ടോ. വായിച്ചോളൂ കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, കാണാം. ഓക്കെ ഓക്കെ. സ്നേഹം പറയുന്നു കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് മെസ്സേജ് കുറിച്ചത്. ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. സ്നേഹ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. റീജോയിൻ ചെയ്ത് നോക്കൂട്ടോ. ആണോ? അറിയില്ല കേട്ടോ. അയച്ചു കഴിഞ്ഞോ? ഇനി നോക്കിയേ. MTR purchasing procedure divided into 3. ഒന്ന് അയച്ചു നോക്കിയേ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ. 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
മനസ്സിലായോ? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റോ എന്താണെന്നുള്ളത്? 3 സിസ്റ്റം വൈസ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മൾ പഠിച്ച കാര്യങ്ങളാണോ അവിടെ കൊടുത്തിരിക്കുന്നത്? ആണ്. ഓക്കെ, എവിടെ പഠിച്ച കാര്യങ്ങളാണ്? എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? പ്രൊസീജിയറില് അല്ലെ. തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ ഷോർട്ടായിട്ട് 3 സിസ്റ്റത്തിലൂടെ കൊടുത്തിരിക്കുന്നു അല്ലെ. ഒന്ന് നോക്കി നോക്കിയേ. ആണോ? അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? ആണോ? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പർച്ചേസിന് മുമ്പുള്ള ഫേസ് അല്ലെങ്കിൽ സ്റ്റേജ് ആണ് എന്ത്? പ്രീ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പർച്ചേസിന് ഇപ്പൊ നമുക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിക്വസിഷൻ കൊടുക്കും അല്ലെ, അഭ്യർത്ഥന കൊടുക്കും. ആർക്കാ കൊടുക്കുന്ന? പർച്ചേസിങ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും അല്ലെ. ഇനി അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും? റിക്വസിഷൻ കൊടുക്കുമ്പോ എൻക്വയറി നടത്തുന്നു. അതുപോലെ തന്നെ കൊട്ടേഷൻസ് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് നമ്മൾക്ക് യോജിച്ച സപ്ലയറെ നോക്കുന്നു. അതാണ് ഫസ്റ്റ് സിസ്റ്റത്തിൽ പറയുന്നത്, പ്രീ പർച്ചേസ് സിസ്റ്റത്തില്. ഇനി ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ഓർഡർ കൊടുക്കും അല്ലെ. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു, ഓർഡർ കൊടുക്കുന്നു ആൻഡ് ഫോളോ അപ്പ്. നെക്സ്റ്റ് സിസ്റ്റം എന്താണ്? പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. റിസീവിംഗ് മെറ്റീരിയൽസ്, ഇൻസ്പെക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ബില്ല്. റിസീവ് ചെയ്യുന്നു, ഇൻസ്പെക്ഷൻ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്നു, അതിനുശേഷം ഓക്കെ ആണെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്നു. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പോർഷൻ ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല്? നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് അസറ്റ് ആണ് അല്ലെ, ഫിക്സ്ഡ് അസറ്റ് ആണ് നമുക്ക് പറയാം അല്ലെ. അതുപോലെ തന്നെ വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. വളരെ കാലം നിലനിൽക്കും അല്ലെ. എപ്പോഴും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറേ കാലം നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ കുറേ നാള് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ലോങ് ടേം അസറ്റ് ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് നമുക്ക് നോക്കാം. ഓക്കെ, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മേജർ, ഒരു പ്രധാനപ്പെട്ട ഒരു നിക്ഷേപമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. കുറേ നാൾ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴെപ്പോഴും നമുക്ക് വാങ്ങിക്കേണ്ട. തൊട്ടടുത്ത പോയിന്റ് നോക്കിയേ, നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. നമുക്ക് എപ്പോഴെപ്പോഴും ഇപ്പോ നമ്മുടെ വീട്ടില് നമ്മളൊരു കാർ വാങ്ങിച്ചു. ഓക്കെ, കാർ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം ഈ മന്ത്. ഇനി നെക്സ്റ്റ് മന്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു കാറും കൂടി വാങ്ങിക്കോ? വേറൊരു കാറും കൂടി നമ്മൾ വാങ്ങിക്കാറുണ്ടോ? വാങ്ങിക്കോ? എല്ലാവരും സാധാരണ ആളുകളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്? വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റം ആണ് ഇത് കാർ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. അതെന്താണ്? ഇപ്പൊ അത് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ ഒട്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാ? ഇത് വിൽക്കാനായിട്ട് നോക്കാം. അതുവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒളിച്ചുകൊണ്ട് നടക്കും അല്ലെ. എന്തെങ്കിലും കുറെ നാളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 5 വർഷം 3 വർഷം ഒക്കെ കഴിയാണ്ട് അത് എന്തെങ്കിലും റിപ്പയർസോ കാര്യങ്ങളൊന്നും വരാറില്ല ഇല്ലേ. അപ്പൊ പതുക്കെ പതുക്കെ അത് ഉപയോഗിച്ച് കഴുകി കഴിയുമ്പോഴാണ് റിപ്പയർസും മെയിൻ്റെനൻസും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാറ് അല്ലേ. അപ്പൊ അത് ഒട്ടും നമ്മള് പ്രവർത്തിക്കാത്തൊരു രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കുന്നത് അല്ലെ. നമ്മള് എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കാറില്ല, അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. നോൺ റിപ്പീറ്റേറ്റീവ് ആണ് എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. ഓട്ടോക്ലേവ് മെഷീൻസ്, അതുപോലെ തന്നെ സ്കാനിങ് മെഷീൻസ് ഒക്കെ നമുക്ക് പറയാം. അതെന്താണ്? മേജർ ഓപ്പറേഷൻസ്. കുറേ അധികം എന്താണ്? ഇപ്പൊ
അത്തരത്തിലുള്ള ഐറ്റംസുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ, എക്യുപ്മെന്റ്സുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്താണ് നമുക്ക് കുറെ അധികം ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഇതൊക്കെ എന്താണ് ആവശ്യമുള്ള ഐറ്റംസ് ആണ്. ലൈക്ക് ഓട്ടോക്ലേവ് ആവാം, അതുപോലെ തന്നെ സ്കാൻ മെഷീൻസ് ആവാം. ഇതൊക്കെ എന്താണ് എപ്പോഴെപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാ ടൈമും യൂസ് ചെയ്ത് ഇരിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ. അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിലെ മേജർ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ഇൻ ദ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിങ് ടേംസ്. ഓക്കെ, അക്കൗണ്ടിങ് ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേര് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ആർക്കെങ്കിൽക്കൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ അക്കൗണ്ടിങ് ടേംസിൽ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തി. ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് കൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോജനം, ഗുണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു സ്ഥിര നിക്ഷേപമാണ്. നമുക്ക് എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ മേജർ ഓപ്പറേഷൻസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് ടേംസിൽ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ഇത്രയും കാര്യങ്ങളാണ് 4 പോയിന്റിലായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, capital equipment management consists of 5 points. Okay, capital equipment management ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന 5 പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാനിങ് ഫോർ ദി എക്യുപ്മെന്റ്, പർച്ചേസിംഗ് എക്യുപ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കും. അത് നമ്മൾ പർച്ചേസ് ചെയ്യും. പിന്നെ അത് ദീർഘനാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. 5 കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. പ്ലാനിങ് ഫോർ ദി എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, ഡിസ്കാർഡിംഗ്. ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിരസിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്, അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ഓഫ് ദി എക്യുപ്മെന്റ്. Planning the equipment. To choose the alternative and select the best one. Important point is felt needed. അതായത് എന്താണ് അവിടെ പറയുന്നത്? Choose the alternative and select the best one. Okay, നമ്മള് ഒരു എന്താണ് പല മാർഗങ്ങളിലൂടെ, പല വഴികളിലൂടെ മികച്ച ഒരു സപ്ലയറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ. പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ ആരാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുയോജ്യമായിട്ടുള്ള സപ്ലയർ എന്നുള്ളത് നമ്മൾ നോക്കണം. നോക്കിയിട്ട് വേണം, അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് വേണം. നമ്മൾ സർവേയുടെ ഒക്കെ നമ്മുടെ സ്റ്റേറ്റസ് പഠിച്ചില്ലേ? സപ്ലയറെ തിരഞ്ഞെടുക്കുമ്പോൾ 4 സ്റ്റേജസ് എന്നുള്ളത് പഠിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ? എൻക്വയറി സ്റ്റേജസ്, സർവേ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് സ്റ്റേജ് അതിൽ പറയുന്നുണ്ടല്ലേ. എന്താണ്? നമ്മളൊരു സപ്ലയറെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയറെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അനുയോജ്യമായിട്ടുള്ള, നമ്മൾ കുറേ അധികം തിരഞ്ഞ് നമ്മൾക്ക് അത് തിരഞ്ഞ് അന്വേഷിച്ച് എൻക്വയറി ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സപ്ലയറെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് വണ്ടിനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾക്ക് എപ്പോഴും അനുയോജ്യമായിട്ടുള്ള സപ്ലയറെ വേണം തിരഞ്ഞെടുക്കാൻ. അതാണ് പ്ലാനിങ് എക്യുപ്മെന്റിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? പർച്ചേസിംഗ് ദ എക്യുപ്മെന്റ്. അതിനകത്ത് 9 സ്റ്റെപ്പ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെയാണ് 9 major steps for purchasing a capital equipment. First one, to forecast the demand. Okay, ആവശ്യങ്ങള് മുൻകൂട്ടി കാണണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആവശ്യങ്ങൾ മുൻകൂട്ടി കാണണം. അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ എത്ര രൂപയാകും? അതൊക്കെ നമ്മൾ കണക്ക് കൂട്ടുന്നു അല്ലെ. അതുപോലെ തന്നെ എത്ര നാള് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും? ഇനി ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ
എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പൊ ആവശ്യങ്ങൾ, നമ്മുടെ ഡിമാൻഡ് എന്താണ് അത് മുൻകൂട്ടി കാണേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ലാതെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കാനായിട്ട്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അതാണ് ഫോർകാസ്റ്റ് ഡിമാൻഡ്. ഇനി നമ്മൾ തീരുമാനിച്ചു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചാൽ മാത്രം പോരാ, ഇത് എന്ത് വേണം, എന്താ വേണ്ടേ? വെറുതെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് സപ്ലയറെ കണ്ടെത്തി സപ്ലയറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നമുക്ക് തരുമോ? എന്ത് കൊടുക്കണം പകരം നമ്മള്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കാം? ഫണ്ട് കൊടുക്കണം അല്ലെ, ക്യാഷ് കൊടുക്കണം. സോഴ്സ് ഓഫ് ഫണ്ട്, അത് വാങ്ങിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടും? എങ്ങനെ? ഒരു രീതിയിൽ നമുക്ക് ലോൺ എടുക്കാം. നമ്മളെല്ലാവരും ചെയ്യാറുണ്ടല്ലേ, ലോൺ എടുത്തിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട്. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഉണ്ട് എന്ന് കരുതുക, പക്ഷെ അതിന് മൂല്യശോഷണം, അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറി. അങ്ങനെ സംഭവിക്കുമ്പോൾ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള തുക നീക്കി വെക്കുന്നു. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിപ്രീസിയേഷൻ ഫണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷുകൾ എടുക്കാനായിട്ട് പറ്റും, അത് വാങ്ങിക്കാനായിട്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലില് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, അതിന് മൂല്യശോഷണം സംഭവിച്ചു, അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറി. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് ഫണ്ട് നീക്കി വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്രീസിയേഷൻ ഫണ്ടായിട്ട് നീക്കി വെക്കും. അതായത് എന്താണ്? മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങിക്കാനായിട്ട് നമ്മൾ ഫണ്ട് നീക്കി വെക്കുന്നു. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഫണ്ടുകൾ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് മറ്റൊരു രീതിയാണ്. പിന്നെ അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലേക്ക് വരുന്ന ലാഭത്തിൽ നിന്നും അല്ലെ, പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1% എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റും അല്ലെ. ഹോസ്പിറ്റലിൽ കിട്ടുന്ന ആ ലാഭത്തിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാം. അത് മറ്റൊരു രീതിയാണ്. നെക്സ്റ്റ് എന്താണ്? സ്പെസിഫിക് ഫണ്ട്, പർപ്പസ് ഫണ്ട്. അതായത് എന്താണ്? ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ നീക്കി വെക്കുന്ന ഫണ്ട്. ഇപ്പോ സ്കൂളിലൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം, സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഇപ്പോ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ അവര് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്ര തുക നീക്കി വെക്കും. അതെന്താണ്? സ്കോളർഷിപ്പിന് മാത്രം നമ്മൾ അതിൽ നിന്ന് എടുക്കുള്ളൂ ഫണ്ട്. ഓക്കെ, സ്കോളർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് തുക നീക്കി വെക്കും. മനസ്സിലായോ? അതെന്താണ്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ നീക്കി വെക്കുന്നത് അല്ലെ. സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട്, സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ആ തുക നീക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലും എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ തുക ഫണ്ടുകൾ നീക്കി വെക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. കുറച്ച് രീതികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ പറ്റും? ലോൺ എടുത്തുകൊണ്ട്, ഡിപ്രീസിയേഷൻ ഫണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ലാഭം, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് നീക്കി വെക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡിസിഷൻ മേക്കേഴ്സ്. ആരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നത്? ഓക്കെ, ടോപ്പ് മാനേജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ HOD. HODയുടെ ഫുൾ ഫോം എന്താ? HODയുടെ ഫുൾ ഫോം എന്താ? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്, ഇവരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സമ്മതം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അവര് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഇവരാണ് ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനം എടുക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ആരാണോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത് അല്ലെ, നമ്മുടെ ഡിമാൻഡിനനുസരിച്ച്
ആരാണോ നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് തരുന്നത് അത്തരത്തിലുള്ള സപ്ലയേഴ്സിനെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള സപ്ലയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻഫോർമേഷൻ ജനറേഷൻ, ഇൻഫോർമേഷൻ ഫ്രം എക്സ്പേർട്സ് ആൻഡ് അതർ പേഴ്സൺസ് ഹു ഡീൽ വിത്ത് ഇറ്റ്. ഇനി അതൊരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മൾ വീട്ടിലേക്ക് ഒരു പുതിയ സാധനം നമ്മൾ വാങ്ങിച്ചു. ഇപ്പൊ ഒരു ഫ്രിഡ്ജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടി വി, അല്ലെങ്കിൽ മിക്സി, അപ്പൊ അങ്ങനെയുള്ളൊരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിക്കണം. അപ്പൊ നമ്മൾ പുതിയൊരു ഐറ്റം വാങ്ങിക്കുമ്പോൾ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയാൻ പറ്റില്ല. എന്ത് ചെയ്യും? തൊട്ടടുത്ത വീട്ടില് അതുപോലെയുള്ള സെയിം ഐറ്റം അവർ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയി ചോദിക്കും, അല്ലെ, എങ്ങനെയുണ്ട് ഈ ഐറ്റം, എത്ര രൂപയായി, എന്താണ് ഇതിന്റെ ബെനഫിറ്റ്, അല്ലെ, നമ്മള് കാര്യങ്ങളൊക്കെ ചോദിക്കും. എത്ര ടി വി ആണെങ്കിൽ എത്ര ഇഞ്ച് ഉണ്ട്, എത്ര ക്യാഷ് വന്നു, അല്ലെങ്കിൽ എത്ര ഗ്യാരണ്ടി ഉണ്ട്, അല്ലെ, ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഓക്കെ ആണോ? നമ്മളാരും ചോദിക്കാറില്ലേ നമ്മള്? ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഐറ്റം ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വാങ്ങിക്കുമ്പോ നമ്മൾ അതിന്റെ എക്സ്പേർട്ടുകളോടോ അല്ലെങ്കിൽ അതറിയാവുന്ന പേഴ്സൺസിനോടൊക്കെ നമ്മൾ ചോദിക്കും, ഇത് നല്ലതായിരിക്കോ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കോ, ക്യാഷ് എത്രയാണോ, എത്ര നാള് വാറന്റി ഉണ്ടാവും, ഗ്യാരണ്ടി ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവോ ഇല്ലേ, ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പേർട്ടുകൾ ആയതുകൊണ്ട് തന്നെ അവർ പറയും, ഇത് ഓക്കെയാണ്, ഇത് നല്ലതാണ്, ഈ ഐറ്റം നല്ലതാണ്, എത്ര നാൾ ഓടും, നല്ല രീതിയിൽ പറഞ്ഞ് അതിന്റെ എന്താ പറയാ റിവ്യൂ കറക്റ്റ് നല്ല രീതിയിലൊക്കെയാണ് അവർ പറയുന്നതെങ്കിൽ നമുക്ക് വാങ്ങിക്കാനായിട്ടൊരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് വാങ്ങിക്കേണ്ടതാണ്. കൂട്ടുകാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, വാങ്ങിക്കാൻ കിട്ടും, അത് വളരെ എന്താ പറയാ, ഞങ്ങളിപ്പോ 2 വർഷം ഉപയോഗിച്ചു, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോ കംപ്ലൈന്റ് ആയത് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇത് എന്താ പറയാ ചീത്ത പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ചീത്ത കമ്പനിയുടെയാണ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കുറെ കാര്യങ്ങൾ അല്ലെ. അത് അറിയാവുന്ന ആളുകളോട് മനസ്സിലാക്കി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതനുസരിച്ച് മാത്രമാണ് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എവിടേക്ക് വാങ്ങിക്കേണ്ടത്? ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെർട്ടുകളോട് ചോദിച്ച് നമ്മൾ വാങ്ങിച്ചു. എന്താണ്? ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇനി നമ്മൾ എന്താണ് ഇത് ഒന്നും കൂടി പരിശോധിക്കുക അല്ലെ, ഒരു പരിശോധന നടത്താം. ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഈ എക്യുപ്മെന്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കോ, ആവശ്യമാണോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മ പരിശോധന നടത്തുക. ഇനി അതിനുശേഷം കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. ഇനി നമ്മള് വാങ്ങിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമായിട്ടുള്ള സപ്ലയറെ അല്ലെ ഒന്നുകൂടി കമ്പയർ ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള സപ്ലയറുടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് അല്ലെ. ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറാക്കണം, എത്ര ബഡ്ജറ്റ് വരും, അതുപോലെ തന്നെ എത്ര കോസ്റ്റ് ആവും, എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ തയ്യാറാക്കാം. അതാണ് ഫിനാൻഷ്യൽ ടൂൾസിൽ വരുന്നത്, ബഡ്ജറ്റ്, കോസ്റ്റ്. ഇനി എന്താണ്? പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ. AC for the requirement, AC for this for some equipment, space of a room, protective measures like rough walls for X-ray rooms. Okay, അത് ഒരുമിച്ചുള്ള പോയിന്റ് ആണ് കേട്ടോ. ജസ്റ്റ് സ്ക്രീനിൽ അപ്രോപ്രിയേറ്റ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒറ്റ ലൈനുള്ള പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് കോസ്റ്റ് തയ്യാറാക്കി അതിനുശേഷം നമ്മളത് പർച്ചേസ് ചെയ്യുന്നു. ഇനി ഇപ്പോ ഇത്തരത്തിലുള്ള നമ്മൾ പറഞ്ഞപ്പോ സ്കാനർ മെഷീൻ ഒക്കെ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്താൽ പോരാ, അത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ചില എക്യുപ്മെന്റ്സിനൊക്കെ AC ഉള്ള കാണുന്നില്ലേ? നിങ്ങൾക്ക് PDF കാണുന്നില്ലേ? വലുതാക്കുമ്പോ സ്ക്രീനിൽ നിന്ന് പോകും, അതുകൊണ്ടാണ് ഒരുവിധം ഞാൻ വലുതാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതെ, വലുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. കാണാം, ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞ് ഇങ്ങനെയുള്ള ചിലപ്പോ എന്താണ് ഈ ചില എക്യുപ്മെന്റ്സിനൊക്കെ
എന്താണ് എ സി വേണം വർക്ക് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ AC ഉണ്ടോ, അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ സ്പേസ് അത് വെക്കാനായിട്ട് എക്സ്റേ മെഷീൻസ്, സ്കാനിങ് മെഷീൻസ് ഒക്കെ ആണെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിരിക്കും അല്ലെ. ആ സ്പേസ് നോക്കുക, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? AC, അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ്സ്, പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങളാണ് ഉള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ സ്ഥാപിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു 9 സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. ഡിപ്രീസിയേഷൻ പറയും. ഓക്കെ, ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ സോഴ്സിലൂടെ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റലിൽ നിലവിൽ പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ, ആ എക്യുപ്മെന്റ്സിന് മൂല്യശോഷണം അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഒരു തുക നീക്കി വെക്കും. ഓൾറെഡി നമ്മൾ ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ വാങ്ങിക്കാനായിട്ടുള്ള തുക നമ്മൾ നീക്കി വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഫണ്ടിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആയോ? സ്റ്റെപ്പ്. നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. Scientific approach to restrain the breakdown of an equipment is called maintenance. എന്താണ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. Scientific approach to restrain the breakdown of an equipment is called maintenance. അതായത് എന്താണ്? ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ത്? മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ഉപകരണത്തിന്റെ തകർച്ച
തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിന്റനൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണ്, ഇപ്പോ നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഓക്കെ, ഒരു 3 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. അതിനുശേഷം കുറച്ച് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. അതിങ്ങനെ വെച്ച് നമ്മൾ തുടർന്നുകൊണ്ട് നമ്മൾ അത് പ്രവർത്തിച്ചു കൊണ്ട് പോവോ? നമ്മള് ഏതെങ്കിലും കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് ആയിക്കോട്ടെ, മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും അല്ലെ, റിപ്പയർസ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ ബ്രേക്കിന് എന്തെങ്കിലും സംഭവിച്ചു അല്ലെ, എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബാറ്ററി കംപ്ലൈന്റ് അതൊക്കെ വരാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ റിപ്പയർസ് കാര്യങ്ങൾ ചെയ്യും. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, പതുക്കെ പതുക്കെ കംപ്ലൈന്റ് ആയി അത് കൂടി. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു ജലദോഷമാണല്ലോ, ജസ്റ്റ് ചുമയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാറില്ലേ നമ്മള്? അമ്മമാരൊക്കെ അങ്ങനെയാണല്ലേ, എന്ത് ചെയ്യും? കുഴപ്പമില്ല, വെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് എന്തെങ്കിലും വന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടി നമ്മൾ ഡോക്ടറെ കൊണ്ടുപോകും ഇല്ലേ? നമ്മളാകുമ്പോ ഒരു കൈവേദനയല്ലേ അല്ലെങ്കിൽ ഒരു കാലുവേദനയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെച്ചുകൊണ്ടിരിക്കും അല്ലെ. ഇതെന്ത് ചെയ്യും? സാവധാനം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കൂടി അതൊരു വലിയൊരു രോഗത്തിലേക്ക് മാറും ഇല്ലേ? അങ്ങനെയാണ് പലർക്കും സംഭവിക്കുന്നത്. ചിരിക്കാനല്ല പറയുന്നത്, ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെന്താണ്, നല്ല രീതിയിലേക്ക് ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ പിന്നെ രോഗത്തിലേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതെ, തുമ്പ കൊണ്ട് എടുക്കുന്ന അല്ലെ, ഓക്കെ, സൂചി കൊണ്ട് എടുക്കേണ്ട കാര്യം തുമ്പ കൊണ്ട് അങ്ങനത്തെ ഒരു ഇതില്ലേ, ഓക്കെ, പഴഞ്ചൊല്ലുണ്ടല്ലേ, അതാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട്. ഇപ്പോഴും അസുഖങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പല രോഗങ്ങൾക്കും അല്ലെ. സുധിയുടെ തന്നെ കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വായിക്കാറുണ്ട് അല്ലെ. അത് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ബ്രസ്റ്റിലുണ്ടായിരുന്നു കുറെ ആയിട്ട് വെച്ചിട്ടിപ്പോ ക്യാൻസറിലോട്ട് മാറി നിലയിലൊക്കെ ആയി അല്ലെ, ക്യാൻസർ ആയിട്ട് അല്ലെ. അതാണ് പറയുന്നത്, നമ്മള് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണും. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്, പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെയും നമുക്ക് കുഴപ്പമുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്, അപ്പൊ അത് എന്താണ്, പതുക്കെ ചിലപ്പോ എന്താണ്, മരണത്തിലേക്ക് നയിക്കാം അല്ലെ. നമ്മള് ജസ്റ്റ് ഒന്ന് വെച്ചുകൊണ്ടിരുന്നു, കുറെ നാള് കഴിയുമ്പോ എന്താണ്, നമ്മുടെ മരണത്തിലേക്ക് നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അതിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, പെട്ടെന്ന് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? ബ്രേക്ക് ഡൗൺ ആവാതെ, പ്രവർത്തനരഹിതമാവാതെ നമുക്ക് പിന്നെയും അതിന്റെ പ്രവർത്തിച്ച് ഓരോ ഹോസ്പിറ്റൽ ഓരോ പ്രവർത്തനങ്ങൾ അതിനെ കൊണ്ട് നമുക്ക് നടത്താൻ പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇപ്പോ ഏതെങ്കിലും മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മെഷീൻസിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തകരാറുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ റിപ്പയർസ് വർക്കുകൾ ചെയ്യാനായിട്ടുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് തടയാനായിട്ടുള്ള ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള രീതിയിലേക്ക് മാറാതെ അത് തടയാനായിട്ടുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് എന്താ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അത് രണ്ട് രീതിയിൽ നമുക്ക് 3 രീതിയിൽ അവിടെ പറയുന്നുണ്ട്. ഡിവൈഡഡ് ഇൻടു 3. എന്താണ്? പ്രിവെന്റീവ്, ഡൺ പീരിയോഡിക്കലി, ദാറ്റ് ഈസ് once in a year or 2. അതായത് എന്താണ്, ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ ക്യാപിറ്റൽ എക്യുപ്മെന്റുകള് മെയിൻ്റെനൻസ് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക, പീരിയോഡിക്കലി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴോ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ എന്താണ്? ഡിറ്റക്റ്റീവ്, നമ്മൾ കണ്ടെത്തുക അല്ലെ. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്തൽ. എങ്ങനെയാണ്? ഡൺ ഫോർ ഫൈൻഡിങ് എ പാർട്ടിക്കുലർ പ്രോബ്ലം. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഡൺ ഫോർ ഫൈൻഡിങ് എ പാർട്ടിക്കുലർ പ്രോബ്ലം. എന്താണ്? ഒരു പ്രത്യേക പ്രോബ്ലം, അതിന് ഉള്ള പ്രത്യേക പ്രോബ്ലം എന്താണ് എന്നുള്ളത് കണ്ടെത്തി അതിനുള്ള പരിഹാരം നമ്മൾ കൊടുക്കുക. ഓക്കെ, പ്രോബ്ലം എന്താണോ എന്നുള്ളത് നമ്മൾ
നോക്കി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പരിഹാരം കണ്ടെത്തുന്നു. നെക്സ്റ്റ് എന്താണ്? ബ്രേക്ക് ഡൗൺ. എ മിഷൻ will break down and will not work. Activity not completed here. Ideal time and cost high. അതായത് എന്താണ്? ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? ആ പ്രവർത്തനരഹിതമാക്കുക അല്ലെ? ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മള് എന്താണ് ശരിയായിട്ട് നമ്മളത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് അത് എന്താണോ പ്രോബ്ലം എന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് സാവധാനം എന്താവും അതിന്റെ പ്രവർത്തനം നിൽക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? പ്രവർത്തനം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും റിപ്പയർസ് വർക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അത് തീവ്രതയിലേക്ക് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിന്നെ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ടൈം എടുക്കും. അതിന് കോസ്റ്റ് ആവുന്നുണ്ട്. കോസ്റ്റ് ആവില്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അത് റിപ്പയർ ചെയ്തിട്ട് കിട്ടാറുണ്ടോ? പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ തന്നെ കാർ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർസ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താണ് അപ്പൊ തന്നെ നമുക്ക് ചെയ്ത് കിട്ടാറുണ്ടോ? ഇല്ല, അതിന് ടൈം എടുക്കാറുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ക്യാഷും കുറവായിരിക്കോ? അതിന് കോസ്റ്റ് എന്തായിരിക്കും? കോസ്റ്റ് വളരെ കൂടുതലാവും അല്ലെ? ചിലവര് പറയാറുണ്ട് എന്താണ് കാറ് റിപ്പയർ ചെയ്ത പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങിക്കാന്നുള്ളത് ഇല്ലേ? പലരും പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ നമ്മള് സാവധാനം നമ്മൾ നോക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവർത്തനരഹിതമാകാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഒട്ടും വർക്ക് ചെയ്യില്ല. പിന്നെ അതിനെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അത് നല്ല രീതിയിലേക്ക് ആക്കാനായിട്ട് ടൈം എടുക്കും, കോസ്റ്റും കൂടുതലാകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സിൽ പറയുന്നത്. എന്താണ് മെയിൻ്റെനൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 3 ഇതില് മെത്തേഡില് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കാം. പ്രിവെന്റിങ് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അത് നമ്മള് പീരിയോഡിക്കലി ഓരോ ഇയർസ് കൂടുമ്പോഴും അതുപോലെ തന്നെ 2 years കൂടുമ്പോഴും നമ്മൾ പീരിയോഡിക്കലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കാം. പ്രവർത്തനരഹിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോസ്റ്റും ടൈമും കൂടുതലാവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക, ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര വരെയുള്ള പോർഷൻ പഠിച്ചു കഴിഞ്ഞോ നിങ്ങള്? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ പോർഷൻ വരെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ബാക്കി ഈ shortage for proper and sufficient maintenance in a hospital will finally lead to അത് 4 പോയിന്റ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കറക്റ്റ് ആയിട്ട് അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.